നമസ്കാരം. ഇന്ന് ശ്രീരാമനേക്കാൾ ഇല്ലെങ്കിൽ ശ്രീരാമനോട് തുല്യപ്രാധാന്യം നൽകി ഉപമിച്ച് രാവണനെ പുകഴ്ത്തി ചിന്തിക്കുന്ന കുറച്ചാൾക്കാർ. രാവണൻ ഭയങ്കര ശിവഭക്തനായിരുന്നു. രാവണനെപ്പോലെ ഇനി ശിവഭക്തനില്ല എന്ന് തന്നെ നമുക്കേവർക്കും അറിയാം എന്നുള്ള ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ശിവൻ എന്തുകൊണ്ട് രാവണനെ രക്ഷിച്ചില്ല എന്ന് നാം ഏവരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അപ്പോഴും രാവണൻ കൊല്ലപ്പെടുകയാണ്, ഏവർക്കും അറിയാം, അതിലേക്ക് കടക്കുന്നില്ല. രാവണൻ്റെ ചെയ്തികളാണെന്ന് മനസ്സിലായി. അപ്പോൾ ശിവൻ എന്നുള്ള ആ ദേവന് പോലും, ആ ശിവന് പോലും രാവണനെ രക്ഷിക്കാനായില്ല. കാരണം അധർമ്മമായതുകൊണ്ട്, അധർമ്മ പ്രവൃത്തി ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ ശിവനേക്കാൾ ഉപരി ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കേണ്ടി വരും അധർമ്മം എന്നുള്ള വാക്ക്. രാവണൻ അധർമ്മം എന്തായിരുന്നു രാവണൻ ചെയ്തത്? മറ്റൊരുവൻ്റെ ഭാര്യയെ കാംക്ഷിച്ചു, അപകീർത്തിപ്പെടുത്തി പിടിച്ചുകൊണ്ടുവന്നു. പോരാതെ സ്ത്രീരത്നമായ സീത. ഇതിൽ പരം പറയാനില്ല. ആ ഒരു ഒറ്റ അധർമ്മ പ്രവൃത്തി മൂലം അദ്ദേഹം രാജ്യം എല്ലാം തന്നെ സർവനാശത്തിലേക്ക് നീങ്ങി. ഇന്നും കാണാൻ പറ്റും ശ്രീലങ്ക. അതവിടെ നിൽക്കട്ടെ. ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്, എത്ര ഭക്തിയുള്ളവനായാലും എത്ര ശ്രദ്ധയുള്ളവനായാലും അധർമ്മം എന്നുള്ള ഒരു വിഷയം, ഒരു വാക്ക് ഇല്ലെങ്കിൽ ചെയ്തികൾ, അത് ശരിയായില്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ ആകില്ല എന്നുള്ളതാണ്. ശിവൻ ഇവിടെ കാണിച്ചു തരികയാണ്. ശിവലിംഗത്തിൻ്റെ മുൻപിലുള്ളത് നന്ദി ഭഗവാൻ. ആ നന്ദി അവിടെ നിന്ന് അനങ്ങുന്നില്ല. ശിവൻ ആരെയാണ് നോക്കുന്നത്? നന്ദിയെയാണ് നോക്കുന്നത്. എന്താണ് ഇതിലുള്ള തത്വം? ശിവം ലിംഗ്യതേ, ശിവത്തെ സൂചിപ്പിക്കുകയാണ്, മംഗളത്തെ സൂചിപ്പിക്കുകയാണ്. ആ ശിവൻ നോക്കുന്നത് ധർമ്മം. ആ ധർമ്മമാണ് നന്ദി ഭഗവാൻ. ധർമ്മോഹി ഭഗവാൻ വൃഷഃ എന്ന് പറയുന്നു. അപ്പോൾ ആ ധർമ്മത്തെ നോക്കുകയാണ്. അപ്പോൾ ശിവൻ കനിയണമെങ്കിൽ ധർമ്മിഷ്ഠനാകണം എന്നുള്ളതാണ്. ഇവിടെ നാം അതെല്ലാം വിട്ട് രാവിലെ മുതൽ ശിവൻ്റെ മുമ്പിൽ വിളക്ക് കത്തിക്കുന്നു, കുറേ പ്രദക്ഷിണം ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് ധർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നാം ഏവരും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് എൻ്റെ ചെയ്തികളെല്ലാം ധർമ്മമാണ് എന്ന് ചിന്തിക്കാത്തവർ ഇല്ല. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഭഗവാനെ, എനിക്കെന്തുകൊണ്ട് ഈ ഗതി എന്ന് ചിന്തിക്കാത്തവർ കുറവായിരിക്കും. പക്ഷേ വിത്തില്ലാതെ മരം വരില്ല എന്നുള്ള ഒരു വസ്തുത ഏവരും ആലോചിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ചെയ്തികളെ തന്നെ നാം ഉള്ളിലേക്ക് ചിന്തിച്ച്, അവനവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചിന്തിച്ച്, മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഇത് മൂന്നും ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ശരിയാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്താണ്? എത്ര വലിയ ശിവഭക്തനാണെങ്കിലും ശരി, അധർമ്മം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നശിക്കും എന്നുള്ള ഒരു വസ്തുത. ഇത് ഓരോ ക്ഷണവും ഓരോ നിമിഷവും ഓർക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. നമസ്കാരം.